നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ധർമ്മടം മണ്ഡലത്തിലേക്ക് പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ആദ്യ പത്രികാ സമർപ്പണമാണിത്. തൊടുപുഴയിൽ അഡ്വക്കേറ്റ് റോയി വാരികാട്ട് NDA സ്ഥാനാർത്ഥി. NDAയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ റോഡ് ഷോയും നടത്തി. തൊടുപുഴയ്ക്ക് കഴിഞ്ഞ 15 വർഷമായി വികസന പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാണെന്ന് NDA സ്ഥാനാർത്ഥി റോയി വാരികാട്ട്. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉടുമ്പൻചോലയിൽ വീണ്ടും ടെസ്റ്റ്. സേനാപതി വേണു UDF-നായി മത്സരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വം. വാർത്തകൾ വിശദമായി. ധർമ്മടം മണ്ഡലത്തിലേക്ക് പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ പത്രികാ സമർപ്പിക്കലായിരുന്നു ഇത്. തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ CPM നേതാക്കൾക്കൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി പത്രിക സമർപ്പിച്ചത്. എടാ ഇരുന്ന് കഴിഞ്ഞാൽ ചതഞ്ഞു പോകും ആൾക്കാർ. പേപ്പറും താത്താവോ സഖാവേ. തൊടുപുഴയിൽ അഡ്വക്കേറ്റ് റോയി വാരികാട്ട് NDA സ്ഥാനാർത്ഥി. മുതിർന്ന അഭിഭാഷകനും മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ ശില്പിയുമായ അഡ്വക്കേറ്റ് റോയി വാരികാട്ട് NDAക്ക് വേണ്ടി തൊടുപുഴയിൽ ജനവിധി തേടും. റോയിയുടെ സ്ഥാനാർത്ഥിത്വം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ 2020 പാർട്ടി പ്രസിഡന്റ് സാബു M. ജേക്കബ് പ്രഖ്യാപിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ യൂണിയൻ ചെയർമാനായി ഡിഗ്രി 2ാം വർഷം തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആരംഭിച്ചതാണ് റോയിയുടെ പൊതുപ്രവർത്തനം. തൊടുപുഴയുടെ ഓരോ സ്പന്ദനത്തിലും 1980 മുതൽ റോയി വാരികാട്ട് സജീവമാണ്. നിയമസഭയിലേക്കുള്ള റോയിയുടെ 2ാമത്തെ അംഗമാണിത്. NDAയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ റോഡ് ഷോയും നടത്തി. NDA കേരളത്തിന് മുന്നിൽ വയ്ക്കുന്ന പ്രകടന പത്രിക സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ് തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വോട്ടർ പട്ടിക പരിശോധിക്കാൻ സമയം ലഭിക്കാത്തതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഡേറ്റുകൾ തീരുമാനിച്ചത്. ഒരാഴ്ച പോലും നൽകാതെ ഇതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ 2020 മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിന് പട്ടിക പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി ഇതുപോലെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പട്ടിക പരിശോധിക്കാനായിട്ടുള്ള സമയം ലഭിച്ചില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമാകണ്ട എന്നാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് തീരുമാനിച്ചത്. ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഈ തവണ പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പിലുണ്ടായി. കാരണം നമുക്കറിയാം, LDF-ഉം UDF-ഉം 11 22 പാർട്ടികൾ, വെൽഫെയർ പാർട്ടി, SDPI, PDP 25 പാർട്ടികൾ ഒരേ വണ്ടിയിൽ ഒരേ ചിഹ്നത്തിൽ ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തി അവരുടെ കൊടികൾ കെട്ടി മത്സരിക്കുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ? അപ്പോൾ ഈ 25 പാർട്ടികൾ ചേർന്ന് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി ഇട്ടു.
അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഏറ്റവും മുന്നിൽ എത്തിച്ച നരേന്ദ്രമോദിജിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. അതിലെന്താ തെറ്റ്? ഇന്ന് കേരളത്തിലെ മലയോര കർഷകരായിക്കോട്ടെ, തീരദേശ പ്രദേശമായിക്കോട്ടെ, കേരളത്തിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് പരിഹരിക്കാനായിട്ട് NDAക്ക് മാത്രമേ സാധിക്കൂ. ഇതുവരെ LDFും UDFും കർഷകരെയും മലയോര കർഷകരെയും മലയോര പ്രദേശത്തെയും പറഞ്ഞു വഞ്ചിക്കുകയായിരുന്നു. പല വാഗ്ദാനങ്ങളും കൊടുത്തു, അവരെ വഞ്ചിക്കുകയായിരുന്നു. ഇന്ന് വന്യമൃഗ ആക്രമണം ആർക്കെങ്കിലും തടയാൻ സാധിച്ചോ? സാധിച്ചില്ല. കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചോ? റബ്ബർ കർഷകന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചോ? തേയില കർഷകന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചോ? നെൽ കർഷകന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചോ? അപ്പോ ഞങ്ങളുടെ മാനിഫെസ്റ്റോ വരുമ്പോ കണ്ടോളൂ, കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ മാനിഫെസ്റ്റോ വരുന്നത്. സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച ലക്ഷ്മിപ്രിയയ്ക്കും വീണ നായർക്കും പിൻവാങ്ങേണ്ടി വന്നത് പാർട്ടിയുടെ വീഴ്ചയല്ലെന്ന് സാബു M ജേക്കബ് വിശദീകരിച്ചു. പുതുക്കിയ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സമയം ലഭിക്കാത്തതിനാലാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായത്. ഇരുവർക്കും പകരം പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു. നയങ്ങളിലും ആശയങ്ങളിലും ആകൃഷ്ടരായി പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ സ്ഥാനാർത്ഥികൾ മാറുന്നത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇത് എല്ലാ മുന്നണികളിലും നൽകുന്ന കാര്യമാണെന്നും കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്നത് തെറ്റായ പ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നു. കേരളത്തിലെ അവധി ദിനങ്ങൾ പോലും കണക്കിലെടുക്കാതെ വളരെ പെട്ടെന്നാണ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇത് വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായി. ഒരു മുന്നണിയുടെയും ഭാഗമാകേണ്ടതില്ല എന്നതായിരുന്നു പാർട്ടിയുടെ ആദ്യ നയമെങ്കിലും 2020യെ ഇല്ലാതാക്കാൻ LDF UDF മുന്നണികൾ ശ്രമിച്ച സാഹചര്യത്തിലാണ് NDAയുടെ ഭാഗമായത്. വികസന കാഴ്ചപ്പാടോടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മുന്നണിയെ ജനങ്ങൾ അംഗീകരിക്കുമെന്നും സാബു M ജേക്കബ് തൊടുപുഴയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയ്ക്ക് കഴിഞ്ഞ 15 വർഷമായി വികസന പ്രവർത്തനം സമ്പന്നാവസ്ഥയിലാണെന്ന് NDA സ്ഥാനാർത്ഥി റോയി വാരികാട്ട്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനവും മോദി ഭരണത്തിൽ വികസനം പ്രാപിക്കുമ്പോൾ കേരളം പുറകിലാണെന്നും PJ ജോസഫിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മകനെ കൊണ്ടുവന്നത് ജനാധിപത്യ ബോധമില്ലാത്ത വലിയ തെറ്റായ സന്ദേശമാണെന്നും ഇതിനെതിരെ ജനം തനിക്ക് വോട്ട് ചെയ്യുമെന്നും റോയി വാരികാട്ട് കൂട്ടിച്ചേർത്തു. തൊടുപുഴയ്ക്ക് കഴിഞ്ഞ 15 വർഷമായി വികസന പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. ഒരു സ്വാഭാവിക വളർച്ച വന്ന് അതിൻ്റെ മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന ഒരു ടൗണാണ് തൊടുപുഴ. തൊടുപുഴയ്ക്ക് വ്യവസായ പാർക്കുകളിൽ മൂല്യാധിഷ്ഠിത വസ്തുക്കൾ ഉണ്ടാവുന്ന കൃഷിക്കാരുടെ വസ്തുക്കൾക്കുള്ള വ്യവസായ സംരംഭങ്ങളും IT പാർക്കുകളും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും തൊടുപുഴയിലേക്ക് ആളുകൾ വരാനും തൊടുപുഴയിൽ തൊഴിൽ നൽകി തൊടുപുഴ തന്നെ അതിലൊരു വീതം പണം തൊടുപുഴ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറേണ്ട സമയം കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി തൊടുപുഴ നിശ്ചലാവസ്ഥയിലിരിക്കുക. ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും പ്രധാനമന്ത്രി മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം അതിവേഗം വികസന കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളം പുറകിലാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ അത് ആരംഭിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിലൊന്ന് തൊടുപുഴ. നിർഭാഗ്യവശാൽ മധ്യ തിരുവിതാംകൂറിൽ KM മാണിയുടെ മകനെയും ബാലകൃഷ്ണപിള്ളയുടെ മകനെയും TN ജേക്കബിൻ്റെ മകനെയും ഇങ്ങനെ കേരള കോൺഗ്രസ്സുകൾ ഒരു മക്കൾ രാഷ്ട്രീയമാക്കി മാറ്റിയിരിക്കുകയാണ്. PJ ജോസഫ് സാറ് ഒരു മുതിർന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ജനാധിപത്യ ബോധം അവശേഷിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കഴിഞ്ഞ 50-55 വർഷമായി അദ്ദേഹത്തോടൊപ്പം നിന്ന് MJ ജേക്കബിനെയോ, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ജോസഫ് ജോൺ ബാർ കൗൺസിൽ ചെയർമാനായിരുന്നു, ജോസി പുള്ളിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിന് നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ട് 20-22 വർഷം ഉണ്ടായിരുന്നു, മോനിച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ നിരവധി നേതാക്കളുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 50 വർഷം തൊടുപുഴയിൽ MLA ആയിരുന്നു. ആ സ്വാധീനം ഉപയോഗിച്ച് ഒരു നിയോജക മണ്ഡലം കമ്മിറ്റി കൂടി അഭിപ്രായം ചോദിക്കാതെ സ്വന്തം മകനെ കൊണ്ടുവന്നു എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമില്ലാത്ത വലിയ തെറ്റായ സന്ദേശമാണ്. ഇതിനെതിരെ തൊടുപുഴത്തെ പ്രബുദ്ധരായ വോട്ടർമാർ ജനങ്ങൾ വിധി എഴുതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് തേര് തെളിക്കുന്നത് NDAയുടെ തേര് തെളിക്കുന്നത്
സാക്ഷാൽ BJP. ആ NDAക്ക് ഈ കുടുംബവാഴ്ച അവസാനിപ്പിക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കാതിരിക്കാനും തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് ഒരു മാറ്റം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് കോതമംഗലം താലൂക്ക് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ കോതമംഗലം തഹസിൽദാർ M. ഗിരീഷ് കുമാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ ഇടവക ദേവാലയമായ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലും ഈശോ അച്ഛന്റെയും ഫാദർ ജോർജ് മുണ്ടക്കലിന്റെയും പൂർവികരുടെയും കല്ലറകളിലും എത്തി പ്രാർത്ഥിച്ചു. ശേഷം കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളിയിലെത്തി പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവായുടെ ഖബറിലും തുടർന്ന് വിശുദ്ധ മർത്താമറിയം വലിയ പള്ളിയിലും ചേലാട് തെക്കേ കുരിശിലുമെത്തി പ്രാർത്ഥിച്ചു. തുടർന്ന് 10:30 കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പചക്രം അർപ്പിച്ച് പുഷ്പാർച്ചനയും നടത്തി. തുടർന്ന് LDF നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി കോതമംഗലം താലൂക്ക് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ കോതമംഗലം തഹസീൽദാർ M. ഗിരീഷ് കുമാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഉടുമ്പൻചോലയിൽ വീണ്ടും ടെസ്റ്റ്. സേനാപതി വേണു UDF-നായി മത്സരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വം. വനിതാ നേതാവ് മിനി പ്രിൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം രാഹുൽ ഗാന്ധിയും AICCയും ഇടപെടുകയും സേനാപതി വേണുവിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയുമായിരുന്നു. ഹൈറേഞ്ചിലെ കോൺഗ്രസിന്റെ ശബ്ദമായ അഡ്വക്കേറ്റ് സേനാപതി വേണു രണ്ടാം തവണയാണ് ഉടുമ്പൻചോലയിൽ UDF-നായി കളത്തിലിറങ്ങുന്നത്. ത്രികോണ മത്സരം നടന്ന 2016-ൽ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് സേനാപതി വേണു MM മണിയോട് പരാജയപ്പെട്ടത്. ഇത്തവണ ഏറെ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് സേനാപതി വേണു വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത്. ചർച്ചകളിൽ തുടക്കം മുതൽ വേണുവിന്റെ പേര് ഉയർന്നു നിന്നെങ്കിലും കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് അംഗമായ മിനി പ്രിൻസ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ ഉയരുകയായിരുന്നു. തുടർന്ന് വോട്ട് അഭ്യർത്ഥിച്ച് മിനി പ്രിൻസിന്റെ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം രാഹുൽ ഗാന്ധിയും AICCയും ഇടപെടുകയും സേനാപതി വേണുവിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയുമായിരുന്നു. സേനാപതി വേണുവിലൂടെ ഉടുമ്പൻചോല UDF പാളയത്തിൽ തിരികെ എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോസഫ് ചെറിയാൻ അനുസ്മരണവും ജില്ലാതല ID കാർഡ് വിതരണവും വനിതാ വിംഗ് വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു. പ്രശസ്ത ഫോട്ടോഗ്രാഫറും മനോരമ കോട്ടയം ബ്യൂറോ പിക്ചർ എഡിറ്ററുമായ റിജോ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോസ് ഫുഡ് പ്രൊഡക്റ്റ് ഉടമ ജാസ്മിൻ അജിയെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TG ഷാജി ജോസഫ് ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ സ്ഥാപക പ്രസിഡന്റ് ജോസഫ് ചെറിയാൻ അനുസ്മരണവും ജില്ലാതല ID കാർഡ് വിതരണവും വനിതാ വിംഗ് വാർഷിക സമ്മേളനവും നടത്തി. പ്രശസ്ത ഫോട്ടോഗ്രാഫറും മനോരമ കോട്ടയം ബ്യൂറോയുടെ പിക്ചർ എഡിറ്ററുമായ റിജോ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോസ് ഫുഡ് പ്രോഡക്ട്സ് ഉടമ ജാസ്മിൻ അജിയെ ചടങ്ങിൽ ആദരിച്ചു. എന്ന സംഘടനയ്ക്ക് എപ്പോഴും ആ ഫോട്ടോഗ്രാഫർമാരുടെ ഉന്നതിക്ക് വേണ്ടി എന്ന് നിലകൊള്ളാനായിട്ടും നമ്മുടെ വളർച്ച ഇനിയുള്ള ഒരു 10 വർഷം വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഏത് ടൗണിലെ ഫോട്ടോഗ്രാഫറിനെക്കാട്ടിലും ആ ഒരു നിലവാരത്തിൽ നമുക്ക് നമ്മുടെ റെമ്യൂണറേഷൻ വാങ്ങിക്കാനായിട്ടും ആ നിലവാരത്തിൽ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ് ആദ്യം എൻ്റെ ഒരു ആശംസ, അല്ലെ ആഗ്രഹം. സംസ്ഥാന കമ്മിറ്റി അംഗം TG ഷാജി ജോസഫ് ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സെബാനാദിന്റെ അധ്യക്ഷത വഹിച്ചു. റോബിൻ, എൻവീസ്, ബാബു, സുരഭി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സുനിൽ കളർഗേറ്റ് സ്വാഗതവും ജ്യോതിഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് 23 കരിമണ്ണൂരിൽ സംഘടിപ്പിക്കും. ഇതിന് മുന്നോടിയായി ഇളംദേശം ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സംഗമവും കവിയരങ്ങും നടത്തി. യോഗം യുവ സാഹിത്യകാരൻ അജയ് വേണു പെരിങ്ങാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇളംദേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് 23 വിപുലമായ പരിപാടികളോടെ കരിമണ്ണൂരിൽ നടക്കും.
സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇളന്തേശം ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കരിമണ്ണൂർ പെൻഷൻ ഭവനിൽ വെച്ച് അനുയാത്ര എന്ന പേരിൽ സാംസ്കാരിക സംഗമവും കവിയരങ്ങും നടത്തി. ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ അധ്യക്ഷത വഹിച്ച യോഗം യുവ സാഹിത്യകാരൻ അജയ് വേണു പെരിങ്ങാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ ആയുഷ്മാൻ ഗ്രാമത്തിലേക്ക് ചെല്ലുകയും ചെയ്തു. അവർക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ, 1 or 2 പേരോ. കഴിഞ്ഞ ദിവസം നമുക്ക് നടക്കാൻ പോകുന്ന ഇലക്ഷനോടനുബന്ധിച്ച് കേരളത്തിലുള്ള 100 വയസ്സിൽ അധികം പ്രായമുള്ള വോട്ടർമാരുടെ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 100 വയസ്സുള്ള ഏകദേശം 1500 ആളുകൾ കേരളത്തിലുണ്ടെന്നാണ്. അപ്പൊ കേരളത്തിൽ 1500 പേരേ ഉള്ളൂ. പക്ഷെ ഒക്കനോവയിലുള്ള ഈ ആയുഷ്മാൻ ഗ്രാമത്തിൽ അതിൽ കൂടുതൽ ആളുകളുണ്ട്. നമ്മുടെ എഴുത്തുകാര് അവിടേക്ക് കടന്നു ചെല്ലുകയും അപ്പൊ അവിടെ നടന്ന 2 പേർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം ശ്രദ്ധിക്കുകയുണ്ടായി. ആ സംഭാഷണം 104-ലധികം വയസ്സ് പ്രായമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, നീ എന്താണ് കഴിഞ്ഞ ദിവസം ജോലിക്ക് വരാത്തത്? അപ്പോ ആള്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, 104 വയസ്സുള്ള ഒരാള് ഈ ചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 104 വയസ്സുള്ള ഒരാള് നമ്മുടെ നാട്ടിൽ ഈ ചോദ്യം ചോദിക്കില്ല, ശരിയല്ലേ? കാരണം ചോദിക്കാൻ പറ്റില്ല. അപ്പോ ഇയാള് ചോദിച്ചപ്പോ മറ്റേ ആള് പറഞ്ഞത്, ഞാൻ അടുത്തടോ. ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഫിലിപ്പ്, സെക്രട്ടറി K ശശിധരൻ എന്നിവർ ആശംസകൾ നേർന്നു. ബ്ലോക്കിലെ 10 യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ എത്തിച്ചേർന്നു. ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരും വിവിധ യൂണിറ്റുകളിൽ നിന്നും എത്തിച്ചേർന്നവരും കവിതാലാപനം നടത്തി. ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ പ്രഭാകരൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ശ്രീകുമാർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് ഇടുക്കി ജില്ലയിലെ പ്രഥമ NABH അംഗീകാരം. ആതുര ശുശ്രൂഷ രംഗത്ത് കൂടുതൽ സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഈ അംഗീകാരം നൽകി വരുന്നത്. 10-ലേറെ വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളും 15ഓളം അതിവിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളും ഇവിടെ സുസജ്ജമായി പ്രവർത്തിച്ചു വരുന്നതായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു. NABH അംഗീകാരം ഇടുക്കി ജില്ലയിൽ ആദ്യമായി കരസ്ഥമാക്കിയതിലൂടെ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ആതുര ശുശ്രൂഷ രംഗത്ത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു പടവ് കൂടി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് കൂടുതൽ സുരക്ഷിതത്വവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഈ അംഗീകാരം നൽകി വരുന്നത്. 1959 അതിവിദഗ്ധ ചികിത്സ സാധാരണക്കാരിലേക്ക് എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ ഡോക്ടർ TM എബ്രഹാം തുടക്കം കുറിച്ചതാണ് സെന്റ് മേരീസ് ഹോസ്പിറ്റൽ. ഇന്ന് സെന്റ് മേരീസ് ഹോസ്പിറ്റൽ സമാനതകളില്ലാത്ത സേവന പാരമ്പര്യവുമായി ജില്ലയിൽ പ്രഥമ സ്ഥാനത്ത് നിലകൊള്ളുകയാണ്. 10-ലേറെ വിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളും 15ഓളം അതിവിദഗ്ധ ചികിത്സാ വിഭാഗങ്ങളും ഇവിടെ സുസജ്ജമായി പ്രവർത്തിച്ചു വരുന്നതായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അൽ നസർ പോളിടെക്നിക് കോളേജ് 2ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മൈനർ പ്രോജക്റ്റിൻ്റെ ഭാഗമായി ക്യാമ്പസിൽ നടപ്പാത നിർമ്മിച്ചു. ഇതിനാവശ്യമായ സാധന സാമഗ്രികൾ ഒരുക്കി നിർമ്മാണ ജോലികൾ നിർവഹിച്ചത് വിദ്യാർത്ഥികൾ തന്നെയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് മേധാവി പ്രൊഫസർ അക്ഷിത മോൾ സലീം, പ്രോജക്റ്റ് ഗൈഡ് ആബിദ ബഷീർ എന്നിവർ മാർഗനിർദ്ദേശങ്ങൾ നൽകി. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകരുടെയും 2ാം വർഷ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ KA ഹാലിദ് നടപ്പാത ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് ഡീൻ പ്രൊഫസർ നീത ഹരീദ്, സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി അക്ഷിത മോൾ സലീം, പ്രോജക്റ്റ് ഗൈഡ് ആബിദ ബഷീർ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകരും 2ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രാജിവെച്ചു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അനവധി സമരങ്ങൾ നയിക്കാൻ തനിക്ക് അവസരം ലഭിച്ചുവെന്നും കഴിഞ്ഞ 10 വർഷങ്ങളായി സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവുകളിൽ പോരാടിയെന്നും അലോഷ്യസ് സേവ്യർ പ്രസ്താവനകളിൽ അറിയിച്ചു. പോലീസിൻ്റെ അതിക്രമങ്ങൾ നേരിട്ട് ജയിലുകളിൽ കിടന്നത് KSU പ്രവർത്തകരാണ്. എന്നാൽ ഈ സമരങ്ങളുടെ ആത്മാവും ത്യാഗവും പരിഗണിക്കാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUവിന് അർഹമായ പ്രാതിനിധ്യം നൽകാതിരുന്നതിൽ അതീവ നിരാശയും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വണ്ണപ്പുറം ചേലച്ചുവട് റോഡിൽ കമ്പക്കാനം വളവിൽ ടോറസ് ലോറി കുടുങ്ങി. വെൺമണിയിൽ നിന്ന് വന്ന ലോറി വളവ് തിരിയാതെ വന്നതാണ് റോഡിൽ കുടുങ്ങാൻ ഇടയാക്കിയത്. റോഡ് പണിയുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ ഇടുക്കി ഭാഗത്ത് എത്തിച്ചതിന് ശേഷം തിരികെ വന്ന വാഹനമാണ് റോഡിൽ കുടുങ്ങിയത്. വ്യാഴാഴ്ച രാവിലെ 11-നാണ് സംഭവം. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് ലോറി പിറകോട്ട് വലിച്ചു മാറ്റി ഗതാഗത തടസ്സം നീക്കി. 1 മണിക്കൂറോളം ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു.
കോതമംഗലത്ത് വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യുമായി പെൺകുട്ടിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിൽ. നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്നും കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കായി വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മയക്കുമരുന്ന് പിടികൂടിയത്. ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ്, ഇടുക്കി സ്വദേശി റിസാന ഫാത്തിമ, കോതമംഗലം എന്നിവരാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക മയക്കുമരുന്നായ 37 ഗ്രാം MDMA-യുമായാണ് ഇരുവരും കോതമംഗലം എക്സൈസിന്റെ പിടിയിലാകുന്നത്. നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MPയും സംഘവും നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്നും കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന രാസലഹരിയുമായി ഇടുക്കി സ്വദേശിനി റിസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MP നേതൃത്വം നൽകിയ പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ റസാഖ് KA, സുനിൽ PS, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉബൈസ് PM, അഖിലേഷ് വേലായുധൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റെൻസി KA എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധർമ്മടം മണ്ഡലത്തിലേക്ക് പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ആദ്യ പത്രികാ സമർപ്പണമാണിത്. തൊടുപുഴയിൽ അഡ്വക്കേറ്റ് റോയി വാരികാട്ട് NDA സ്ഥാനാർത്ഥി. NDAയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ റോഡ് ഷോയും നടത്തി. തൊടുപുഴയ്ക്ക് കഴിഞ്ഞ 15 വർഷമായി വികസന പ്രവർത്തനം സ്തംഭനാവസ്ഥയിലാണെന്ന് NDA സ്ഥാനാർത്ഥി റോയി വാരികാട്ട്. കോതമംഗലത്തെ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉടുമ്പൻചോലയിൽ വീണ്ടും ടെസ്റ്റ്. സേനാപതി വേണു UDF-നായി മത്സരിക്കും. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിത്വം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.